ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 24 വാക്യം. നീ അവയെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരേണം. പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറിയ ശേഷം അവയെ യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. ദൈവസന്നിധിയിൽ ഒരു യാഗമർപ്പിക്കുവാൻ കടന്നു വരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ, പുരോഹിതന്മാർ അതിൽ ഉപ്പ് വിതറിയതിന് ശേഷം മാത്രം കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് പറയും. ഉപ്പ് കർത്താവ് ചെറുതായിട്ടല്ല, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവായി കൽപ്പിച്ചിരിക്കുന്നു. ശുദ്ധീകരണത്തിനായി, ഒരു വിശുദ്ധീകരണത്തിനായി, ചില അശുദ്ധികൾ മാറിപ്പോകുവാൻ, ചില ശാപങ്ങൾ മാറിപ്പോകുവാൻ, ചിലതിൻ്റെ മേലുള്ള അവകാശങ്ങൾ മാറിപ്പോയി അതൊരു വിശുദ്ധിയുള്ള സാധനമായിട്ട് തീരണമെങ്കിൽ ഉപ്പ് വേണം. ഉപ്പില്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ആത്മീയ ജീവിതത്തിനകത്ത് ഉപ്പിന് വളരെയധികം പ്രാതിനിധ്യം ഉണ്ട്. പുരോഹിതന്മാർ ഉപ്പ് വിതറിയതിന് ശേഷം മാത്രം യാഗപീഠത്തിൽ യാഗവസ്തുവിനെ അർപ്പിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഹോമയാഗത്തിന് മാത്രമല്ല, അല്ലാണ്ട് ദൈനംദിനമുള്ള ജീവിതത്തിലും ഒരു വിശുദ്ധീകരണം ദൈവം പ്രതീക്ഷിക്കുന്നു. ഒരു ശുദ്ധിയുള്ള ആത്മീയ ജീവിതം ദൈവം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ബലഹീനതകളെ സംബന്ധിച്ച് അതെ, ഉപ്പ് വിതറി നമ്മളെ ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഒരു ആത്മാവിൽ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു ശുദ്ധീകരണത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഒരു വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ഇവർ സമർപ്പിക്കുവാൻ, ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായി ഫലമേൽപ്പിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാഗവസ്തുവിൻ്റെ മേൽ ഉപ്പ് വിതരണം എന്നുള്ളതിനെക്കുറിച്ച് ആത്മീക ആരാധന അനുഭവങ്ങളിൽ ഉപ്പിന് വളരെയധികം പ്രാതിനിധ്യം കൊടുക്കുകയാണ്. ദൈവം ഈ ദിവസങ്ങളിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളും കഥാവെ ശുദ്ധീകരണമുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. പ്രഭാതത്തിൽ അവരുടെ ബലഹീനതകളെ ക്ഷമിക്കും, കുറ്റങ്ങളെ ക്ഷമിക്കും, കുറവുകളെ ക്ഷമിക്കും. ആവശ്യമായുള്ള സ്വർഗീയ അനുഗ്രഹം ഇവരുടെ മേലങ്ങ് പകർന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പറഞ്ഞയക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.